പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ടാണ്. അതിലൊന്ന് മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ. രണ്ട്, ഒരു ഇടവേളയ്ക്ക് ശേഷം ജനുവരി മാസം 12-ാം തീയതി പമ്പ സംഗമം സംഘടിപ്പിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ. മൂന്നാമത്, നീണ്ട കാലത്തിന് ശേഷം ഒരു ലോക്കറ്റ്, അയ്യപ്പൻ്റെ ഫോട്ടോ പതിച്ച ഒരു ലോക്കറ്റ്, സ്വർണത്തിൻ്റെ 1 ഗ്രാം, 2 ഗ്രാം, 4 ഗ്രാം, 6 ഗ്രാം, 8 ഗ്രാം ഒരു ലോക്കറ്റ് ദേവസ്വം ബോർഡിന്റെ മുൻകൈ നടക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മിക്കവാറും മകരവിളക്കിന്റെ ഘട്ടത്തിലാണത് വീണ്ടും ഭക്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. പ്രസിഡന്റ് അതിനെപ്പറ്റി എല്ലാം വിശദീകരിക്കും. 39 ദിവസം പിന്നിടുമ്പോൾ വളരെ അഭിമാനകരമായ സന്തോഷകരമായ സാഹചര്യമാണുള്ളത്. അത് പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ എല്ലാ സഹായവും ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായാൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ആവശ്യമായ ഒരു അവസരം ഞങ്ങൾക്ക് തന്നു. വലിയ സഹായമാണ് 39 ദിവസം പിന്നിടുമ്പോൾ നിങ്ങളുടെ എല്ലാ ഭാഗത്തുനിന്നുണ്ടായത്. ഭാവിയിലും ആ സഹായം ഉണ്ടാവണം. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രസിഡന്റ് ശബരിമല മണ്ഡല മഹോത്സവം സന്തോഷകരമായ ഒട്ടനവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് കടന്നു വരികയും ഭഗവാന്റെ ദർശനം പൂർത്തിയാക്കി സംതൃപ്തിയോടുകൂടി മലയിറങ്ങുന്ന കാഴ്ചയാണ്. ഇന്നലെ ഏതാണ്ട് 1,06,000-ത്തിലധികം ആളുകൾ എത്തി. ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത്. എന്നിട്ടും നന്നായി യാതൊരു അലോസരവുമില്ലാതെ ഭഗവാനെ കണ്ട് ദർശനം പൂർത്തിയാക്കി മലയിറങ്ങുവാൻ സാധിച്ചതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ കാണുകയാണ്. അതിന് എല്ലാവരുടെയും, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, കേരളത്തിലെ വകുപ്പ് മന്ത്രിമാർ, ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിമാർ, മറ്റ് സാമൂഹിക സാമുദായിക സംഘടനകൾ, മാധ്യമപ്രവർത്തകർ, എല്ലാവരുടെയും ഒരു കൂട്ടായ ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ് അത് സാധ്യമായെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് തുടർന്നും ഞങ്ങൾ നമുക്കറിയാം. നമ്മുടെ മണ്ഡല കാലം തങ്കയങ്കി ഘോഷയാത്ര നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ 22-ന് ആറന്മുള പാർശ്വത താല്പര്യ ക്ഷേത്രത്തിൽ ആരംഭിച്ചു. 74 ക്ഷേത്രങ്ങൾ, പമ്പയിൽ വരെ എത്തുമ്പോൾ 74 ക്ഷേത്രങ്ങൾ, 74 ക്ഷേത്രങ്ങളിൽ കൂടി ആയിരക്കണക്കിന് വിശ്വാസികളുടെയും ഭക്തജനങ്ങളുടെയും സേവനങ്ങളേക്കുവാൻ പമ്പയിൽ 25-ന് 1 മണിക്ക് പമ്പയിൽ അവിടെ ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ B.N. വാസുവൻ ആ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ചു. അതിനുശേഷം 6:30 മണിക്ക് നമ്മുടെ ഒടുവിലെ ചോട്ടിൽ വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മറ്റ് ദേവസ്വം ബോർഡ് പോലീസിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അത് സ്വീകരിക്കും. 6:30 മണിക്ക് തങ്കയങ്കി ചാർത്തി കണ്ടത് രാജീവയുടെ കാർമ്മത്തിൽ ദീപാരാധന. അന്ന് 11 മണിക്കാണ് തിരുവരാധന. പിറ്റേന്ന് രാവിലെ 26-ന് ഉച്ചയ്ക്ക് 12-12:30-ക്കുമുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലം. 26-ാം തീയതി നെയ്യഭിഷേകത്തിന് തടസ്സമുണ്ടാകും. കൃത്യമായി നെയ്യഭിഷേകം 26-ാം തീയതി നമ്മൾ മറ്റു ദിവസങ്ങളിലെ പോലെ അന്ന് രാത്രി 11 മണിക്ക് ദൈവരാധന പാടി നട അടയ്ക്കുന്നതോടുകൂടി ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തെ മണ്ഡല ഉത്സവം. പിന്നെ ജനുവരി 14-നാണ് മകരവിളക്ക്. ഡിസംബർ 30-ന് ഈ മണ്ഡലപൂജയ്ക്ക് ശേഷം ഡിസംബർ 30-ന് 5 മണിക്ക് നടന്നു. നാളെ 25 കുറച്ചു 50,000 ആയി
പിന്നെ പമ്പാ സംഗമം ഒരു ഇടവേളയ്ക്ക് ശേഷം 2018 ശേഷം, അതായത് പ്രളയത്തിന് ശേഷം, കോവിഡിന് ശേഷം പമ്പാ സംഗമം നടത്തി. അതൊരു പുതിയ വീണ്ടും ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളൊന്ന് തുടങ്ങുകയാണ്. പമ്പാ സംഗമം ഇടവേളയ്ക്ക് അതിന് മുമ്പ് 3 ദിവസമാണ് സംഘടിപ്പിച്ചത്. തുടങ്ങി വയ്ക്കുകയാണ്. ജനുവരി 12 2 മണി മുതൽ പമ്പാ സംഗമം ആരംഭിക്കും. വിശിഷ്ടാതിഥിയായി പത്മശ്രീ ജയറാം, മറ്റ് വിശിഷ്ടാതിഥികളായി ശ്രീ വയലാർ ശങ്കരവർമ്മ, കാവാലം ശ്രീകുമാർ, ചേർത്തല ജയൻ, പ്രൊഫസർ OG ഉദീന, ഡോക്ടർ ആനന്ദ സുബ്രഹ്മണ്യൻ, പ്രഭാഷകൻ കൊണ്ടുവരുന്നതുമായ ഇവരിത്രയും പേര് പങ്കെടുക്കാമെന്ന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ നമ്മളൊരു ലോക്കറ്റ്, ഭഗവാന്റെ ചിത്രമാലേഖനം ചെയ്ത ഒരു ലോക്കറ്റ് ായി നിങ്ങൾ ആഗ്രഹിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള തികച്ചും സുതാര്യമായി സൂക്ഷ്മമായി അതിനു വേണ്ടിയിട്ടുള്ള എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ച് വളരെ നമ്മൾ പൂർത്തിയാക്കി അത് ഇറക്കണമെന്നാണ്. 2 ഗ്രാം 4 ഗ്രാം 6 ഗ്രാം 8 ഗ്രാം ഇറക്കണമെന്നാണ്. 1 ഗ്രാം 9 ഗ്രാം. അത് ജനുവരി 14 നടക്കുന്ന ഹരിവരാസന പുരസ്കാരം. എല്ലാ വർഷവും നമ്മൾ ഹരിവരാസന പുരസ്കാരം ഡിപ്പാർട്ട്മെന്റ്, ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് നൽകാറുണ്ട്. ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ദേവസ്വം ബോർഡ് ചേർന്ന് ഇത്തവണയും അതിവിടെ നടക്കുന്നുണ്ട്. ബഹുമാനായ ദേവസ്വം വകുപ്പ് മുന്നിലുണ്ടാവും. കൂടാതെ ഇത്തവണ പ്രത്യേകമായി തമിഴ്നാടിന്റെ ദേവസ്വം വകുപ്പ് ശേഖർ ബാബു കൂടി അവിടെ വെച്ച് പുരസ്കാരം സമയം ആ വേദിയിൽ വെച്ച് ഈ ലോക്കറ്റ് കൂടി ആദ്യമായി ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കുവാൻ വേണ്ടി സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്നും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 3 ബിൽഡിങ്ങുകളുടെ 7 ബിൽഡിങ്ങുകളുണ്ട്. അത് 3 ബിൽഡിങ്ങുകളുടെ പണി പൂർത്തിയായി. 26 വൈകുന്നേരം 4 മണിക്ക് ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അത് ഉദ്ഘാടനം ചെയ്യും. 3 ബിൽഡിങ്ങുകളാണ്, 7 ബിൽഡിങ്ങുണ്ട്. 3 ബിൽഡിങ്ങുകളുടെ പണി പൂർത്തിയായി. ഏതാണ്ട് 2000-2500 പേർക്ക്